സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. നിശബ്ദമായ നിദ്രയിലാണ്ടിരുന്ന അഞ്ചുകണ്ടം ഗ്രാമം നിലവിളി ഒച്ച കേട്ട് ഞെട്ടിയുണർന്നു. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ! വീണ്ടും വീണ്ടും നിലവിളി. ഓടുന്നതിനിടയിൽ പാപ്പച്ചി കുനിഞ്ഞു വഴിയുടെ നടുക്ക് കുരിശു വരച്ചു. റോബിയുടെ വീട്ടിലാണ് വെളിച്ചം കണ്ടത്. അവിടെ ആരും ഉറങ്ങിയിരുന്നില്ല. ഏത് വീടെന്ന് നോക്കാതെ അവർ അങ്ങോട്ട് തന്നെ വെച്ചു പിടിച്ചു. നിലവിളി കേട്ട് അയൽക്കാരെല്ലാം ടോർച്ചും മെഴുകുതിരിയുമായി ഉണർന്നു വന്നു. കുഞ്ഞാപ്പൂവും പെണ്ണമ്മച്ചേടത്തിയും മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. മുമ്പേ ഓടി വന്ന പാപ്പച്ചി കുഞ്ഞാപ്പൂവിൻ്റെ മുമ്പിൽ അലച്ചു വീണു. പാപ്പച്ചിയെ കുഞ്ഞാപ്പൂ പിടിച്ചെണീപ്പിച്ചു. പാപ്പച്ചി, കുട്ടപ്പ, നിങ്ങൾക്ക് എന്നാ പറ്റി? പ്രേതം ഞങ്ങൾ കണ്ടു, ഇല്ലിപ്പാലത്തേൽ റോബിയുടെ പ്രേതം, കുട്ടപ്പൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അയൽക്കാരെല്ലാം ഓടിക്കൂടി. ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു. ഞാൻ റോബിയാണെന്നും പറഞ്ഞു ഞങ്ങളെ പിടിക്കാൻ വന്നു. ഞങ്ങൾ ഓടി. നേരാണോ? പിന്നല്ലാതെ. കണ്ണും മിഴിച്ച് നാക്കും നീട്ടി പല്ലും കൂർപ്പിച്ച് ഞങ്ങളുടെ നേരെ ഒറ്റ ചാട്ടം. ഞാനാടാ റോബിന്ന് ഒറ്റ അലർച്ചയെ. ഞങ്ങളുടെ നല്ല ജീവൻ പോയി. റോബിയുടെ പ്രേതം എന്തിയേ? പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. ഇരുണ്ടിലാണ്ട വഴിത്താരയിലേക്ക് കൈ ചൂണ്ടി പാപ്പച്ചി പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഒരാൾ രൂപം നടന്നു കയറി വരുന്നത് കാണാം. റോബിയുടെ പ്രേതം തന്നെയാണോ അത്? പലരുടെയും ദേഹം പേടികൊണ്ട് കുളിരുകോരി. ഇത്രയും പേരുണ്ടല്ലോ എന്ന് കരുതി ആരും ഓടിയില്ലെന്ന് മാത്രം. ആൾ രൂപം മുറ്റത്തിന് താഴെ വന്നപ്പോൾ കുഞ്ഞാപ്പൂ വിളിച്ചു ചോദിച്ചു, ആരാടാ അത്? ഞാനാ റോബി. പ്രേതം തന്നെ, സംശയമില്ല. റപ്പായുടെ ഉള്ളു കിടുകിടുത്തു. അയാൾ വല്ലാതെ വിറച്ചു. മറ്റുള്ളവർ നെറ്റിയിൽ കുരിശു വരച്ചു. നീ ആരായാലും മുറ്റത്തോട്ട് കയറണ്ട, കുഞ്ഞാപ്പൂ പറഞ്ഞു. ചേട്ടാ, ഇത് ഞാനാ റോബി, കാട്ടീന്ന് വരിക. മനസ്സിലായി? പാപ്പച്ചി പറഞ്ഞു. വന്നിടത്തേക്ക് തിരിച്ചു വയ്ക്കോ. റോബിയുടെ ശബ്ദം കേട്ടയുടനെ തളർന്നു കിടക്കുകയായിരുന്ന സീനയും കൊച്ചുറോസയും ചാടി എണീറ്റു. അപ്പോഴതാ റോബി നിൽക്കുന്നു. കൊച്ചുറോസ റോബി ചായ എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. പുറകെ സീനയും ചെന്നു. ഏങ്ങലടിച്ച് കരയുന്ന രണ്ട് പെങ്ങന്മാരെയും അവൻ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് തഴുകി. മക്കൾ കരയണ്ട, ഞാൻ തിരിച്ചു വന്നില്ലേ? റോബിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ അവരെയും കൂട്ടി മുറ്റത്ത് കയറി. അപ്പോഴും വിശ്വാസം വരാതെ റപ്പായി കഴുത്തിലിട്ടിരുന്ന കുരിശെടുത്ത് റോബിയുടെ നേർക്ക് നീട്ടിക്കാണിച്ചു. പ്രേതമാണെങ്കിൽ കുരിശ് കണ്ടാൽ മുന്നോട്ട് വരില്ലല്ലോ. റോബി കുഞ്ഞാപ്പൂവിൻ്റെ മുമ്പിൽ വന്നു. ചേട്ടാ, എന്താ ഇതൊക്കെ? നിങ്ങളെന്താ ഒരുമാതിരി വിവരം കെട്ടവന്മാരെ പോലെ പെരുമാറുന്നത്? അനിയ, നിന്നെ ആന ചവിട്ടിക്കൊന്നെന്നാ ഇവിടെയെല്ലാം പ്രചരിച്ച വാർത്ത. അതാണ് നിന്നെ കണ്ട ഉടനെ പാപ്പച്ചിയും കുട്ടപ്പനും പ്രേതം വരുന്നതെന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിയത്. നീ എങ്ങനെ രക്ഷപ്പെട്ടു? അത് പറയാം. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. റോബി അകത്ത് കയറി കീറി പറഞ്ഞ് ഷർട്ടും മുണ്ടും മാറി. സീന എല്ലാവർക്കും വേണ്ടി കട്ടൻ കാപ്പി ഇട്ടു. മരിച്ചുപോയെന്ന് കരുതിയ പൊന്നാങ്ങളെ തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്കുണ്ടായ ആനന്ദം വിവരണാതീതമായിരുന്നു. സീനയും കൊച്ചുറോസയും സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. തോമാച്ചന് തൻ്റെ തളർന്ന കാലിന് പോലും ജീവൻ വെച്ചതുപോലെ തോന്നി. സീന എല്ലാവർക്കും കട്ടൻ കാപ്പി കൊടുത്തു. പറഞ്ഞേ, നീ എങ്ങനെ രക്ഷപ്പെട്ടു? കുഞ്ഞാപ്പൂ റോബിയെ നോക്കി. പറയാനൊന്നുമില്ല. കാട്ടാനക്കൂട്ടം എന്നെ ഓടിച്ചു. ഞാൻ എങ്ങോട്ടൊന്നില്ലാതെ ഓടി. ആനകൾ തൊട്ടുപുറകെ. ഒരുപാട് ദൂരം ഓടിക്കാണും. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആനക്കൂട്ടത്തെ കാണാനില്ല. ചുറ്റോട് ചുറ്റും ഇരുണ്ട കാട് മാത്രം. ഞാൻ ലക്ഷ്യമൊന്നുമില്ലാതെ നടക്കാൻ തുടങ്ങി. ഒരു കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ പടിഞ്ഞാറേ ദിക്കു മനസ്സിലായി. സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ. പിന്നെയും നടപ്പ് തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ രാത്രി വന്നു. ഭയങ്കര ഇരുട്ട്. തീപ്പെട്ടി കയ്യിലുണ്ടായിരുന്നത് രക്ഷയായി. കുറച്ച് കരിയില വാരി കൂട്ടി തീ കത്തിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ കുറേ ദൂരം പോവും. പിന്നെയും കുറേ കരിയില കൂട്ടി തീയാളി കത്തിക്കും. അങ്ങനെ നടന്ന് ഒരു തരത്തിൽ കാടിന് പുറത്തെത്തി. അവിടുന്ന് പിന്നെ നേരെ ഇങ്ങോട്ട് വെച്ചടിച്ചു. അനിയ, നിന്റെ ഭാഗ്യം, നിന്റെ കുടുംബത്തിൻ്റെ, കുഞ്ഞാപ്പു പറഞ്ഞു. ശ്വാസം പിടിച്ച് കേൾക്കുകയായിരുന്ന ആളുകൾ ദീർഘനിശ്വാസത്തോടെ എഴുന്നേറ്റു. എല്ലാവരും ഒരുതരം ആരാധനയോടെയാണ് റോബിയെ നോക്കിയത്. മരിച്ചിട്ട് തിരിച്ചു വന്നവൻ, കാട്ടാനയെ ഊശിയാക്കി ചാടിപ്പോന്നവൻ. ഓരോരുത്തർ പിരിഞ്ഞുപോയി. പിറ്റേന്ന് 5 കണ്ടം മുഴുവൻ വാർത്ത വരുന്നു. ആന ചവിട്ടിക്കൊന്ന റോബി ജീവനോടെ തിരിച്ചെത്തി. എല്ലാവർക്കും അത്ഭുതവും സന്തോഷവും. പലരും റോബിയെ വന്ന് കണ്ടു മടങ്ങി. കേട്ടിട്ട് വിശ്വാസം വന്നില്ല, അന്തോണി പറഞ്ഞു. അതുകൊണ്ടാ കാണാൻ വന്നത്. ഞങ്ങൾ തോമാസ് ലീഗയുടെ ശിഷ്യന്മാരാ. കണ്ടും തൊട്ടുമേ വിശ്വസിക്കൂ. റാഫേൽ മുതലാളിക്കും ആൺമക്കൾക്കും ആ വാർത്ത നടുക്കമാണ് ഉണ്ടാക്കിയത്. കാട്ടാനയെ തോൽപ്പിച്ച താപ്പാന തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അവനെ അധികം വെച്ചു വഴിക്കരുത്, തട്ടണം. റാഫേൽ മുതലാളി മക്കളെ വിളിച്ചു പറഞ്ഞു. മക്കൾ തലകുലുക്കി. റോബി തിരിച്ചു വന്നെന്ന് കേട്ടപ്പോൾ സോഫിക്ക് എന്തുകൊണ്ടോ സന്തോഷമാണ് തോന്നിയത്. അവളുടെ ഹൃദയത്തിൽ ആനന്ദം തിരതല്ലി. വനത്തിൽ മഴുവെട്ടിൻ്റെ ശബ്ദം ഇടതടവില്ലാതെ മുഴങ്ങി.
ചുവടുമുറിഞ്ഞ പാഴ്മരങ്ങൾ മറ്റു മരങ്ങളിലടിച്ച് അലച്ചു വീഴുന്ന ശബ്ദം ഇടയ്ക്കിടെ ഉയർന്നു. മരം വെട്ടി തളർന്നപ്പോൾ എല്ലാവരും വിശ്രമിക്കാനിരുന്നു. കുടിക്കാൻ ചൂട് കാപ്പിയുണ്ട്. കാപ്പിപ്പൊടിയും പഞ്ചസാരയും അലുമിനിയം കലവും എന്നും കാട്ടിൽ കൊണ്ടുവരും. വെള്ളം കുടിക്കേണ്ടപ്പോൾ കാട്ടുചോരയിൽ നിന്ന് വെള്ളം കോരി കാട്ടുവിറക് കൂട്ടി തിളപ്പിച്ച് കാപ്പി ഉണ്ടാക്കി കഴിക്കുകയാണ് പതിവ്. കട്ടൻ കാപ്പി കുടിച്ച ശേഷം എല്ലാവരും ബീഡി വലിക്കാനിരുന്നു. റോബിക്ക് ബീഡി വേണോ? ജോസുകുട്ടി ചോദിച്ചു. തെറുപ്പാണോ? അല്ല ദിനേശ, ഒരെണ്ണം താ. അവൻ ബീഡി വാങ്ങി കത്തിച്ച് പുക വിട്ടു. റോബിയാണിപ്പോൾ എല്ലാവരുടെയും ഹീറോ. നീ ആ കാട്ടാനയുടെ കാലിനിടെ കൂടെ ഊരിപ്പോകുന്ന കഥ ഒന്നും കൂടി പറഞ്ഞേ. മാണിക്ക് ആ വീരകഥ എത്ര കേട്ടിട്ടും മതി വന്നില്ല. കാരണം മാണിക്കറിയാം, കാട്ടിൽ വെച്ച് കാട്ടാനക്കൂട്ടം ഓടിച്ച ഒരുത്തിന് രക്ഷപ്പെട്ടിട്ടില്ലെന്ന്. രക്ഷപ്പെടുക അസാധ്യമാണ്. അല്ലെങ്കിൽ അസാമാന്യമായ മനത്തൻ്റെടം വേണം. എത്രയായാലും പതറി വീണു പോവും. മരത്തിൽ കയറിയല്ലാതെ രക്ഷപ്പെടാനൊക്കുകയില്ല. അതുകൊണ്ടാണ് റോബി കൊല്ലപ്പെട്ടതെന്ന് എല്ലാവരും വിധിച്ചതും. റോബി കഥ പറയാൻ ഭാവിച്ചപ്പോഴേക്കും റാഫേൽ മുതലാളിയുടെ മകൻ ജോണിക്കുട്ടി അതുവഴി വന്നു. അവൻ വേട്ടയ്ക്കിറങ്ങിയതാണ്. തോളിൽ തോക്ക്, വെടിവെച്ച് കിട്ടിയ 2 പാറയാനും 1 മലയെണ്ണാനും അവൻ്റെ കയ്യിലുണ്ട്. തൊപ്പി തലയിലേക്ക് ഒന്നുകൂടി അമർത്തി വെച്ച് അവൻ എല്ലാവരെയും പുച്ഛഭാവത്തിൽ ഒന്ന് നോക്കി. എന്നിട്ട് നടന്നു. അവൻ ഏലം സ്റ്റോറിലേക്ക് പോവുകയാണ്. ഏലക്കാടിന് നടുക്കാണ് സ്റ്റോർ. അവിടെയാണ് ഏലക്ക ഉണക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു ചെറിയ കെട്ടിടമുണ്ട്. നായാട്ടിനിറങ്ങുന്ന റാഫേൽ മുതലാളിക്കും മക്കൾക്കും വിശ്രമിക്കാനുള്ള സ്ഥലമാണത്. ജോണിക്കുട്ടി അവിടെ എത്തി. സ്റ്റോറിൽ കായുണക്കുന്നവനെ വിളിച്ച് പാറയാനെയും മലയെണ്ണാനെയും ഏൽപ്പിച്ചു. നല്ലപോലെ മുരിച്ചു കൊണ്ടുവാ, ഇപ്പം കൊണ്ടുവന്നേക്കാം. ഏലക്കാട്ടിൽ നിന്ന് പണിക്കാരില്ലേ? ഉണ്ടല്ലോ. ആ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ജോണിക്കുട്ടി ഇറങ്ങി. അവൻ ഏലക്കാട്ടിൽ ചെന്നു. ഓരോ ഏലച്ചുവട്ടിലും കൂടെയുമായി നിന്ന് പെണ്ണുങ്ങൾ കായടർത്തുന്നു. കൃഷ്ണൻകുട്ടി ഓടി വന്നു വണങ്ങി നിന്നു. അവനാണ് കങ്കാണി. എന്നാ കൊച്ചു മുതലാളി, പുതിയത് വല്ലതും ഉണ്ടോ? ഉണ്ടേ. ഏതാ? കുനിഞ്ഞു നിന്ന് കായടർത്തുന്ന ഒരു പെൺകുട്ടിയെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ജോണിക്കുട്ടി സൂക്ഷിച്ചു നോക്കി. ഒരു പാവാടക്കാരി പെൺകുട്ടി. കഷ്ടിച്ചു 15 വയസ്സ് കാണും. നല്ല ഓമനത്വമുള്ള മുഖം. കൊള്ളാം. ഏതാ അവള്? അന്നക്കുട്ടിയുടെ മകളാ, വത്സ. ഇന്ന് ആദ്യമാ പണിക്ക് വരുന്നേ. സ്റ്റോറിലോട്ട് പറഞ്ഞു വിട്. ജോണിക്കുട്ടി നടന്നു. കൃഷ്ണൻകുട്ടി വത്സയുടെ അടുത്ത് ചെന്നു. വത്സേ. എന്തോ? അവൾ നിവർന്നു നിന്നു. നീ സ്റ്റോറിലോട്ട് ചെല്ല്. എന്തിനാ? സ്റ്റോറിൽ കായ ചിക്കാനുണ്ട്, വേഗം ചെല്ല്. അവൾ സ്റ്റോറിലേക്ക് നടന്നു. അവിടെ ജോണിക്കുട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ ചെന്ന് കായുണക്കുന്ന പാപ്പച്ചനോട് ഒരു പാത്രം വെള്ളം മേടിച്ചുകൊണ്ട് വാ. ഇപ്പം കൊണ്ടുവരാൻ കൊച്ചു മുതലാളി. അവൾ അനുസരണയോടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു. മുറിയിൽ കൊണ്ടുപോയി വെക്ക്. അവൾ അനുസരിച്ചു. ജോണിക്കുട്ടി മുറിയിൽ കടന്നു. നീ ചെന്ന് പാപ്പച്ചനോട് പറ മുരിച്ച കാട്ടിറച്ചി തന്നയക്കാൻ. അവൾ ചെന്ന് അതും വാങ്ങിക്കൊണ്ടു വന്നു. ഇനി ഞാൻ പൊയ്ക്കോട്ടെ മുതലാളി. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയും പണിയുണ്ട്. എന്തുവാ കൊച്ചു മുതലാളി? അവൻ ചെന്ന് വാതിലടച്ചു. എന്തിനാ വാതിലടച്ചത്? പറയാം. ജോണിക്കുട്ടി വാച്ച് ചാരായം ഇരുന്ന കുപ്പി തുറന്ന് ചാരായം ഗ്ലാസ്സിലൊഴിച്ചു. വെള്ളവും ചേർത്തു. പിന്നെ ഒറ്റ വരിക്കകത്താക്കി. പുറകെ മുരിച്ച ഇറച്ചി കഷ്ണം എടുത്ത് വായിലിട്ട് ചവച്ചു. നീ പാറയാൻ്റെ ഇറച്ചി തിന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നാ ഈ ഒരു കഷ്ണം നോക്ക്. അവൻ ഒരു ഇറച്ചി കഷ്ണം അവളുടെ വായിൽ വെച്ചു കൊടുത്തു. നല്ല രുചിയില്ലേ? അവളത് ചവച്ചിറക്കി. ജോണിക്കുട്ടി ഗ്ലാസ്സിൽ അല്പം മദ്യം ഒഴിച്ച് വെള്ളവും ചേർത്തു. നീ അരിഷ്ടം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ശകലം കുടിച്ചു നോക്ക്. എനിക്ക് വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ തരുന്നത്. ഒരു കവിള് കുടിച്ചു നോക്ക്. അവൻ ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്തു. അവൾ ഒരു കവിൾ കുടിച്ചിട്ട് തല കുടഞ്ഞു. മതി. നിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? വത്സ. നല്ല പേര്. അവൻ അവളെ അടിമുടി നോക്കി. നല്ല വടിവൊത്ത ശരീരം, ഇരുനിറം, ഒതുങ്ങിയ അരക്കെട്ടും നിറഞ്ഞ മാറിടവും. അവൻ അവളുടെ തോളിൽ കൈവച്ചു. നീ മിടുക്കിയാണ്. എനിക്ക് പോകണം, എന്നെ വിട്. അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. നീ സുന്ദരിയാണ്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൻ അവളുടെ തോളിൽ തഴുകി. എന്നെ വിടു കൊച്ചു മുതലാളി, എനിക്ക് പേടിയാകുന്നു. നീ ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവൻ അവളെ കോരിയെടുത്ത് കിടക്കയിലിട്ടു. അവളുടെ ഇളം ചുണ്ടുകളിൽ ആർത്തിയോടെ ചുംബിച്ചു. കൊച്ചു മുതലാളി, എന്നെ നശിപ്പിക്കരുത്. ഞാനൊരു പാവമാ. ഞാൻ നിന്നെ നശിപ്പിക്കാനോ? കൊള്ളാം. ചുമ്മാ വിഡ്ഢിത്തം പറയാതെ. അവൻ അവളെ ആഞ്ഞു പുണർന്നു. അവളുടെ തളിർമേനിയിൽ തഴുകി. കണ്ണിലും കവളിലും ചുണ്ടിലും ചുംബിച്ചു. അവൾ പെട്ടെന്ന് വികാരവതിയായി. പിന്നെ അവൾ എതിർത്തില്ല. ആ ഇളം യുവതി അവൻ്റെ ഇംഗിതങ്ങൾക്കെല്ലാം യഥേഷ്ടം വഴങ്ങി. ഞായറാഴ്ച ദിവസം. സീന അന്ന് തനിച്ചാണ് പള്ളിയിൽ പോയത്. കൊച്ചുറോസയ്ക്ക് നല്ല സുഖമില്ല, ജലദോഷപ്പനി. സീന കുർബാന കഴിഞ്ഞ ഉടൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ ചെന്നിട്ട് വേണം കൊച്ചുറോസയ്ക്കും തോമാച്ചനും മരുന്ന് കൊടുക്കാൻ. ഉച്ചക്കത്തേക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കുകയും വേണം. അവൾ ഇല്ലിപ്പാലത്തിൽ കയറി.
നടുഭാഗത്ത് ചെന്നപ്പോൾ പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറുപ്പക്കാരനും കയറി. അയാൾ പതുക്കെ നടന്നെടുത്തു. അയാൾ നടക്കുമ്പോൾ പാലം ഭാരം കൊണ്ട് കിർ കിർ എന്ന് ഞെരുങ്ങി. അടുത്തു വന്നപ്പോൾ സീനയ്ക്ക് ആളെ മനസ്സിലായി. റാഫേൽ മുതലാളിയുടെ മകൻ. അന്ന് അതിര് തർക്കമുണ്ടായപ്പോൾ റോബിച്ചായനെ തല്ലാൻ വന്നവൻ. സീന അവന് കടന്നു പോകാനായി ഒരു വശത്തേക്ക് ഒഴിഞ്ഞു കൊടുത്തു. പക്ഷെ ജെയിംസ് അവിടെ തന്നെ നിന്നു. അവൻ സീനയെ ആപാദചൂടം നോക്കി. ഇത്രയടുത്ത് ആദ്യമായി കാണുകയാണ്. അകലക്കാഴ്ചയിൽ ഇത്രയും കേമം വിചാരിച്ചില്ല. താൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ സുന്ദരിയാണിവളെന്ന് ജെയിംസ് ഓർത്തു. അഴകും ആരോഗ്യവും ഒത്തിണങ്ങിയ താരുണ്യവതി. റോസാപ്പൂ പോലുള്ള മുഖം, ഓറഞ്ച് അല്ലി പോലെ തുടുത്ത് ഉള്ളിൽ തേൻ മധുരം തുളുമ്പുന്ന ചുണ്ടുകൾ, നക്ഷത്രം മിന്നുന്ന കണ്ണിണകൾ, സൗന്ദര്യത്തിൻ്റെ നിറകുടം, ഒത്ത ശരീരവടിവും അംഗപുഷ്ടിയും. അവൻ കണ്ണുകൾ കൊണ്ട് അവളെ വസ്ത്രാക്ഷേപം ചെയ്യുകയായിരുന്നു. ഈ മാദക സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി. പാവാടയും ബ്ലൗസുമാണ് അവൾ അണിഞ്ഞിരുന്നത്. ശിരസിലൂടെ നെറ്റ് പുതച്ചിരിക്കുന്നു. റോബിയുടെ പെങ്ങളല്ലേ നീ? ശൃംഗാര ചിരിയോടെ ജെയിംസ് ചോദിച്ചു. എനിക്ക് പോണം, അവൾ പരിഭ്രമിച്ചു പറഞ്ഞു. ജെയിംസ് പാലം കടന്ന് രണ്ട് കൈവരിയിലും കൈ പിടിച്ച് നിൽക്കുകയാണ്. നിന്റെ പേരെന്തുവാ? മാറുന്നില്ല, എനിക്ക് പോണം. ഹാ, എന്തൊരു തൻ്റെ ഇടം! റോബിയെപ്പോലെ തന്നെ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. നിന്നെ എനിക്ക് ഇഷ്ടമായി. സീന പുറകോട്ടും മുമ്പോട്ടും നോക്കി. അവൾക്ക് ഭയമായി. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും സഹായത്തിനെത്തുമോ? പാലത്തിനക്കരെയും ഇക്കരെയും പലരും ഈ രംഗം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ടവർക്കെല്ലാം ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ റാഫേൽ മുതലാളിയുടെ മകനെ എതിർക്കാൻ ധൈര്യമില്ല. സീന പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. പക്ഷേ ജെയിംസ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി. എടി കൊച്ചേ, കല്ലറയ്ക്കൽ ജെയിംസിൻ്റെ ഒരു വാക്കിനു വേണ്ടിയിട്ട് കാത്തു കിടക്കുന്നവരാ 5 കണ്ടത്തിലെ പെൺകുട്ടികൾ. നീ അത്ര വാലൊന്നും കാണിക്കണ്ട. ചി വിടാൻ. അവൾ കൈ കുതിരയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ജെയിംസ് വിട്ടില്ല. അവൻ്റെ മുഷ്ടിക്കുള്ളിലത് അമർന്നു ഞെരിഞ്ഞു. മോഹിച്ച ഒരു പെണ്ണിനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ലടി. നീയും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയല്ല. വിടടാ തെമ്മാടി, അവൾ ചീറി. ചുമ്മാ ചൂടാകാതെ പെണ്ണെ. നീ എന്താ വെണ്ണയാണോ തൊട്ടാലുടനെ ഉരുകിപ്പോകാൻ? ഞാനൊന്ന് നോക്കട്ടെ. അവൻ അവളെ ബലമായി പാലത്തിൽ വെച്ച് ആലിംഗനം ചെയ്തു. അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾക്കുള്ളിൽ അവളുടെ പൂമേനി അമർന്നു ഞെരിഞ്ഞു. അവൻ അവളുടെ 2 കവിളിലും ഓരോ തവണ ചുംബിച്ച ശേഷം അവളെ വിട്ടു. സീന കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടി. പള്ളിയിൽ പോയിട്ട് വരികയായിരുന്ന കുഞ്ഞാപ്പൂവും പെണ്ണമ്മച്ചേടത്തിയും ദീനാമയും പാപ്പച്ചിയും റെപ്പായിയും എല്ലാം ഈ രംഗം കണ്ടു. അവരാരും ജെയിംസിനെതിരെ ചെറുവിരൽ അനക്കിയില്ല. ജെയിംസ് ഒരു മൂളിപ്പാട്ട് പാടി അവരുടെ ഇടയിലൂടെ നടന്നുപോയി. റോബി റാണി സിറ്റിയിൽ പോയിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് ജോസുകുട്ടി പറഞ്ഞാണ് അവൻ വിവരം അറിഞ്ഞത്. അവൻ്റെ ചോര തിളച്ചു. അവൻ വേഗം വീട്ടിലേക്ക് ഓടി. സീന അവനെ കണ്ടയുടൻ ഏങ്ങലടിച്ച് കരഞ്ഞു. റോബിച്ചായ, അവൾ തേങ്ങി. ഞാൻ അറിഞ്ഞതെല്ലാം നേരാണോ മോളെ? പല്ല് കടിച്ച് അവൻ ചോദിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. റോബി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. റോബിച്ചായൻ വഴക്കുണ്ടാക്കാൻ പോകല്ലേ? സീന കണ്ണീരോടെ കെഞ്ചി. വഴക്കുണ്ടാക്കാനോ? പോക്കിർത്തരം കാണിച്ചാൽ ചോദിക്കണ്ടേ? വേണ്ട റോബിച്ചായ, പോകണ്ട. കൊച്ചു റോസ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇല്ല, ഇതിന് പകരം ഞാൻ ചോദിക്കാതിരിക്കില്ല. റോബിൻ ഇറങ്ങാൻ ഭാവിച്ചു. സീനയും കൊച്ചു റോസയും പിറകെ ചെന്ന് അവനെ തടഞ്ഞു. ഇപ്രാവശ്യം ക്ഷമിച്ചാൽ അടുത്ത പ്രാവശ്യം അവൻ വേറെ വല്ലതുമാണ് ചെയ്യുന്നതെങ്കിലോ? ഇതങ്ങനെ വിട്ടുകൂടാ. ഇവിടെ നമുക്ക് മാനമായി ജീവിക്കണം. റോബി ചുഴലിക്കാറ്റ് പോലെ ഇറങ്ങി നടന്നു. സീനയും കൊച്ചു റോസയും കരഞ്ഞുകൊണ്ട് റോബിയെ പിന്തുടർന്നു. കയറിയിരിക്കടി പെരയ്ക്കകത്ത്, റോബി ആക്രോശിച്ചു. സീനയും കൊച്ചു റോസയും ഞെട്ടി. ഇത്രയും കലിതുള്ളി റോബിച്ചായനെ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അവർ പേടിച്ച് അകത്ത് കയറിയിരുന്നു. റോബി നേരെ കല്ലറയ്ക്കൽ റാഫേൽ മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് നടന്നു. റാണി സിറ്റിയിൽ ആളുകൂടി. റോബിയുടെ പെങ്ങളെ ജെയിംസ് കയറി പിടിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ ബംഗ്ലാവിൻ്റെ പരിസരത്ത് റാണി സിറ്റിയിലും ആളുകൂടി തുടങ്ങിയിരുന്നു. കാരണം റോബി പകരം ചോദിക്കാൻ വരുമെന്ന് അവർക്കറിയാം. ശരിക്കൊരടി നടക്കും, അത് കാണണം. റോബി കല്ലറയ്ക്കൻ്റെ മുറ്റത്തേക്ക് ചെന്നു. എവിടെടാ നായ നിൻ്റെ മകൻ? റോബി അലറി. ഇറങ്ങിപ്പോടാ പട്ടി എൻ്റെ മുറ്റത്ത് നിന്ന്. റാഫേൽ മുതലാളി റോബിയുടെ നേർക്ക് വിരൽ ചൂണ്ടി അട്ടഹസിച്ചു. അങ്ങനെ പോകാൻ വന്നതല്ലട ഞാൻ. എൻ്റെ പെങ്ങളെ അപമാനിച്ചവനെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ലടാ, ആ നാറിയെ ഞാനൊന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. കൊച്ചനെ, ഞാൻ മര്യാദയ്ക്ക് പറയുക. തടി കേടാകാതെ വേഗം സ്ഥലം വിട്ടു. അതാ നല്ലത്. ചിലരുടെയൊക്കെ ആ തടി കേടാക്കിയിട്ടേ ഞാൻ സ്ഥലം വിടുന്നുള്ളൂ. എവിടെടാ ജെയിംസ്? പെട്ടെന്ന് ജനാലയ്ക്കൽ ജെയിംസിൻ്റെ മുഖം കണ്ടു. എടാ, റോബി അലറി കുതിച്ചു. വാതിലിന് മുമ്പിൽ വെച്ച് റാഫേൽ അവനെ തടഞ്ഞു. ഒറ്റ ചവിട്ടിന് അവൻ റാഫേലിനെ മുറ്റത്തേക്ക് മറിച്ചിട്ടു. പിന്നെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി.
മുറിയിൽ കടന്ന് കതകടയ്ക്കാൻ ഒരുങ്ങിയ ജെയിംസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ പുറത്തേക്ക് വലിച്ചു ചാടിച്ചു. എൻ്റെ പെങ്ങളെ അപമാനിക്കും അല്ലട നായിൻ്റെ മോനെ നീ. റാഫേൽ ഇടയ്ക്ക് തടയാൻ ചെന്നു. അയാളുടെ മുഖമടച്ച് തുരുതുര നാലഞ്ചിടി. റാഫേലിൻ്റെ 2 പല്ലുകൾ ഇളകിപ്പോയി. വായി നിറയെ ചോര. അയാൾ താഴെ വീണു. പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ മാനമായിട്ട് ജീവിക്കണവിടാ. റോബി ജെയിംസിനെ മുറ്റത്തേക്ക് ചവിട്ടി അരച്ചു. അപ്പോഴേക്കും പറമ്പിലെവിടെയോ ആയിരുന്ന ജോണിക്കുട്ടിയും ടോമിച്ചനും ഓടി വന്നു. അവർ റോബിയോടെ ഏറ്റുമുട്ടി. പൊരിഞ്ഞാടി നടക്കുകയാണ്. റാഫേൽ മുതലാളി എഴുന്നേറ്റ് വായിലെ ചോര തുപ്പി കളഞ്ഞു. എന്നിട്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയി. റാണി സിറ്റിയിലും പരിസരത്തുമുള്ളവർ ശ്വാസം പിടിച്ചിരുന്ന് സ്റ്റണ്ട് കാണുകയാണ്. റോബി അടിച്ചടിച്ച് മുന്നേറുകയാണ്. അവശരായി തറയിൽ കിടന്ന് ഞെരുങ്ങിക്കൊണ്ടിരുന്ന അവരുടെ നെഞ്ചത്ത് കയറി ചവിട്ടി നിന്നുകൊണ്ട് റോബി അട്ടഹാസം മുഴക്കി. ഇനി എൻ്റെ പെങ്ങളെ തൊട്ടാൽ നിൻ്റെയൊക്കെ കഴുത്ത് ഞാൻ കണ്ടിക്കും, ഓർത്തു. അകത്തേക്ക് പോയ റാഫേൽ മുതലാളി പെട്ടെന്ന് ഇരട്ടക്കുഴൽ തൂക്കുമായി പാഞ്ഞിറങ്ങി വന്നു. നില്ലട, അയാൾ ഗർജിച്ചു. എന്നിട്ട് റോബിയുടെ നെഞ്ചിന് നേർക്ക് തോക്ക് ചൂണ്ടി. അടിലഹള കണ്ട് ടെറസിൽ നിൽക്കുകയായിരുന്ന സോഫി താഴേക്ക് വന്നു. അപ്പോഴാണ് റാഫേൽ മുതലാളി തോക്കുമായി മുൻവശത്തേക്ക് ഓടുന്നത് കണ്ടത്. ഡാഡി, അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. റാഫേൽ മുതലാളിയുടെ വിരൽ കാഞ്ചിയിൽ അമർന്നു കഴിഞ്ഞു. സോഫി പെട്ടെന്ന് തോക്കിൽ ആഞ്ഞു തട്ടി. ടേ വിടിപൊട്ടി. പക്ഷെ ലക്ഷ്യം പിഴച്ചു. മുറ്റത്തിനരികിൽ മൂവാണ്ടന്മാവിൻ്റെ ചില്ലയിൽ നിന്ന് ഏതാനും പച്ചിലകൾ താഴെ വീണു. മാറി നില്ലടി. റാഫേൽ മുതലാളി സോഫിയെ തള്ളി മാറ്റി. എന്നിട്ട് വീണ്ടും റോബിയെ വെടിവെക്കാൻ തോക്ക് ചൂണ്ടി. ഡാഡി റോബിയെ വെടിവെച്ച് കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പെട്ടെന്ന് തോക്കിൻ്റെ മുമ്പിൽ കയറി നിന്നു. എടി മാറി നിൽക്കാൻ. റാഫേൽ മുതലാളി അട്ടഹസിച്ചു. ഈ മുറ്റത്ത് വെടിവയ്പ്പും കൊലപാതകവും ഒന്നും ഞാൻ സമ്മതിക്കുകയില്ല. അത് ഞാനാടി തീരുമാനിക്കുന്നത്. ഇപ്പോൾ എനിക്കും കൂടി തീരുമാനിക്കാം. റാഫേൽ മുതലാളി ഒരു വശത്തേക്ക് മാറി നിന്നിട്ട് വെടിവെക്കാൻ ഒരുങ്ങി. ഇത്തവണയും വെടിപൊട്ടി. പക്ഷെ സോഫി തോക്കിൽ കയറി പിടിച്ചതിനാൽ ലക്ഷ്യം പിടിച്ചു. റാഫേൽ മുതലാളി തോക്ക് താഴെയിട്ടിട്ട് കൈ വീശി അവളുടെ കർണത്തൊന്നു കൊടുത്തു. റാണി സിറ്റിയിലും പരിസരത്തും കാഴ്ചക്കാരായി നിന്നിരുന്നവർ ദീർഘനിശ്വാസം അയച്ചു. റോബിയെ റാഫേൽ മുതലാളി വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച കാണാനിടയാകരുതേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. റോബി ചുറ്റുമൊന്ന് നോക്കിയ ശേഷം വഴിയിലേക്ക് ഇറങ്ങി. പിന്നെ നേരെ തൻ്റെ വീട്ടിലേക്ക് നടന്നു. കാഴ്ചക്കാർ പതുക്കെ കൂട്ടം പിരിഞ്ഞു. റാണി സിറ്റിയിലെ കടകളിൽ ഇരുന്ന ആളുകൾ അടികലശലിനെ കുറിച്ച് പറഞ്ഞു. അവനെ സമ്മതിക്കണം. റാഫേൽ മുതലാളിയുടെ ബംഗ്ലാവിൽ കയറി അടിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? കൊച്ചുപറിയത് അതിശയിച്ചു. നല്ല ഉറച്ച നട്ടലുള്ളവർക്ക് അത് വളയ്ക്കാൻ പ്രയാസമാണ്. അനീതി കണ്ടാൽ 2-1 കൽപ്പിച്ച് അതിനെ എതിർക്കും. അമേരിക്കൻ പ്രസിഡന്റിനെ പോലും വകവയ്ക്കുകയില്ല, ജോസൂട്ടി പറഞ്ഞു. അതെ അതെ, ദൈവത്തിനെയും ചീകത്താനെയും പേടിയില്ലാത്ത സൈസല്ലേ. തല പോയാലങ്ങ് പോകട്ടെ എന്ന് വെക്കും, അത്ര തന്നെ. ജോണിക്കുട്ടിക്കും ജെയിംസിനും ടോമിച്ചിനും കണക്കിന് കിട്ടി. 50 ചീമുട്ട കഴിച്ചാൽ അറിയാം ഇനി തടി നന്നാകുമെന്ന്. റാഫേൽ മുതലാളിക്കിട്ടും കിട്ടി 5-6 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇടി? വെച്ച് കീച്ചുവല്ലായിരുന്നോ? ഇതുപോലൊരു അരിപൊരിയൻ അടി അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. നാട്ടുകാരെ മുഴുവൻ തല്ലിയും പേടിപ്പിച്ചും റൗഡികളായിട്ട് നടന്ന 3 ഇനി ഉടനെയെങ്ങും തല പൊങ്ങുകയില്ല. എല്ലാവർക്കും ഉള്ളിൽ സന്തോഷമാണ് തോന്നിയത്. റാഫേൽ മുതലാളി അവരിൽ അടിച്ചേൽപ്പിച്ച അനീതികൾക്കെല്ലാം അവരിൽ നിന്നൊരുവൻ പ്രതികാരം ചെയ്തതുപോലെയുള്ള സന്തോഷം. തിരിച്ചടി കൊടുക്കാൻ വിധി ഒരാളെ അയച്ചു തന്നിരിക്കുന്നു എന്ന അഭിമാനം. അടിയേറ്റ് അവശരായി കിടന്ന ജോണിക്കുട്ടിയെയും ജെയിംസിനെയും ടോമിയെയും ബംഗ്ലാവിലെ ജോലിക്കാരെല്ലാം കൂടിയാണ് താങ്ങി എണീപ്പിച്ചത്. അവരെ താങ്ങിപ്പിടിച്ചകത്തു കൊണ്ടുപോയി. ദേഹം മുഴുവൻ ക്ഷതങ്ങളാണ്. ഇടികൊണ്ടുണ്ടായ മുഴകൾ. കയ്യും കാലും അനക്കാൻ മേല. ഇടിച്ചു നിറുക്കുന്ന പോലുള്ള വേദന. ജെയിംസിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അവൻ്റെ വായിൽ 2 വരികളിലുമുള്ള ഏതാനും പല്ലുകൾ ഇളകി. വായിൽ എപ്പോഴും ചോരച്ചുവ. ഇടിയേറ്റ് മുഖത്തിന് നീര് വെച്ചതുകൊണ്ട് കണ്ണ് കാണാൻ മേലാതായി. മൂക്ക് ചതഞ്ഞുപോയി. ശ്വാസം വിടുമ്പോൾ പോലും നീറ്റൽ. റാഫേൽ മുതലാളി വൈദ്യർക്ക് ആളയച്ചു. കുഴം വിട്ട് മക്കളെ 3 തിരുമണം. ആവി പിടിക്കണം. ശരീരത്തിന് ചതവ് തട്ടാതിരിക്കാൻ വല്ല ലേഹ്യമോ മറ്റോ വാങ്ങിക്കഴിക്കണം. ഇളകിയിരുന്നതാണെങ്കിലും തൻ്റെ 2-3 പല്ലുകളും അവൻ അടിച്ചു കൊഴിച്ചു. വായിലെപ്പോഴും ചോര വരുന്നു. വല്ലാത്ത വേദന. ഇടിയേറ്റിടത്തെല്ലാം നീരുമുണ്ട്. എടാ, നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ തീറ്റിപ്പോറ്റിയത്? 3 കൂടി അറുത്തു മുറിച്ചാൽ 3 പേരയ്ക്കുള്ള തടിയുണ്ടല്ലോടാ. അവൻ്റെ കൈകൊണ്ട് ചാകാത്തത് ഭാഗ്യം. നാണം കെട്ടവന്മാർ. റാഫേൽ മുതലാളി രോഷത്തോടെ പറഞ്ഞു. അപ്പച്ചൻ വലിയ വാചകം അടിക്കേണ്ട. അപ്പച്ചനും കിട്ടിയല്ലോ കണക്കിന്. ഒറ്റയ്ക്ക് നിന്ന് 12 പേരെ അടിച്ചിട്ട് അഭ്യാസിയാണെന്നല്ലേ പറച്ചില്. എന്നിട്ടെന്തിയെ? വായിലെ പല്ലൊക്കെ ഒറ്റയൊരുത്തനല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ടോമി ദേഷ്യത്തോടെ തിരിച്ചു ചോദിച്ചു.
അഭ്യാസി ആയിരുന്നടാ, അടിച്ച് നേടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നല്ല പ്രായത്തിൽ. ഇപ്പോഴെനിക്ക് വയസ്സായി. നിൻ്റെയൊക്കെ പ്രായത്തിൽ എന്നെ ഒരുത്തനും തൊട്ടിട്ടില്ല, അറിയാമോ? ചോര തുപ്പിക്കളഞ്ഞിട്ട് വർത്തമാനം പറ, ജോണിക്കുട്ടി പരിഹസിച്ച് പറഞ്ഞു. ഇവളുണ്ടല്ലോ, ഇവളെ വേണം തൊഴിക്കാൻ. റാഫേൽ മുതലാളി സോഫിയുടെ നേർക്ക് കുതിച്ചു ചാടി. ഇവളൊരുത്തി അടഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ്റെ ശവം ഇപ്പോൾ മുറ്റത്ത് കിടന്നേനെ. ഇവളുടെ പല്ലടിച്ച് കൊഴിക്കേണ്ടതാ. ആണുങ്ങൾ പെരുമാറുന്നിടത്ത് കയറി തടയാൻ വന്നിരിക്കുന്നു. ആണുങ്ങളോ? ഞാൻ ഒരൊറ്റ ആണിനെ മാത്രമേ ഈ മുറ്റത്ത് കണ്ടുള്ളൂ. അയാളെ ഞാൻ തടഞ്ഞതുമില്ല. സോഫി തിരിച്ചടിച്ചു. റാഫേൽ മുതലാളി അവളുടെ കവിളത്ത് ഒന്നുകൂടി കൊടുത്തു. ചെകിട് ഞാൻ അടിച്ചു പൊളിക്കും. പോടി മുമ്പീന്ന് എൻ്റെ കണ്ണും വെട്ടത്ത് കണ്ടുപോകരുത്. ഒരെണ്ണം കൂടി കൊടുക്കവൾക്കിട്ട്. ജെയിംസ് ഞരങ്ങി. ഓ, എന്തൊരു രുചിയിലെ അപ്പനും ആങ്ങളമാർക്കും. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ മേൽ അഭ്യാസം കാട്ടിയുള്ള കേമത്തമല്ലേ ഉള്ളൂ നാലെണ്ണത്തിനും. ആണൊരുത്തൻ വന്ന് വിളിച്ചപ്പോൾ ഈ ചൊണയൊന്നും കണ്ടില്ലല്ലോ. എടി, നീ ഇനിയും മേടിക്കും. റാഫേൽ മുതലാളി വീണ്ടും കൈ ഓങ്ങി. ഇങ്ങോട്ട് തന്നാട്ടെ, മേടിച്ചോളാം. നല്ലൊരു സമ്പാദ്യം കിട്ടിയല്ലോ. എനിക്ക് വിരിക്കട്ടെ അതിൻ്റെ ഒരു വീതം. സോഫിക്കൊരു കൂസലുമില്ല. നീ എന്താടി ഈ അപ്പച്ചൻ്റെ തോക്കിൽ കയറി പിടിച്ചത്? ജോണിക്കുട്ടി ചോദിച്ചു. ഒരു നല്ല മനുഷ്യൻ്റെ ചോര ഈ മുറ്റത്ത് വീഴാതിരിക്കാൻ. ഇതൊരു കുടുംബമാണ്. വെടിവെക്കാനും ശവം മുറ്റത്തിടാനും വഴക്ക് കാണാൻ കാഴ്ചക്കാരെത്ര പേരുണ്ടായിരുന്നെന്ന് നിങ്ങൾ കണ്ടോ? ഡസൻ കണക്കിനുണ്ടായിരുന്നു. വെടിവെച്ചാൽ അവരെല്ലാം അതിന് ദൃക്സാക്ഷികളാകുമായിരുന്നു. കേസ് വരുമ്പോൾ കോടതിയിൽ അവർ സാക്ഷി പറഞ്ഞാൽ അപ്പച്ചൻ്റെ കഴുത്തിൽ കൊലക്കയറ് വീണേനെ. ഈ നാട്ടിൽ ആർക്കാടി എനിക്കെതിരെ സാക്ഷി പറയാൻ ധൈര്യം? ഉണ്ടായാലോ? കല്ലറക്കന്മാർക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഒരുത്തനുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പം കല്ലറക്കന്മാരുടെ ചെറുവിരൽ അനക്കാൻ മേലാതായല്ലോ. എടി, വീട് കയറി തല്ലിയവനാ അവൻ. കേസ് വരുമ്പോൾ ഞാൻ പറയും എൻ്റെ 3 ആൺമക്കളെ തല്ലിക്കൊല്ലുന്നത് കണ്ട് ഗത്യന്തരമില്ലാതെ വെടിവെച്ചതാണെന്ന്. കേസ് തള്ളിപ്പോയാനെ, അറിയാമോ? അപ്പച്ച അവളോട് പോകാൻ പറ. വിവരമില്ലാത്ത വർഗം. ടോമിക്ക് കരി കയറി. ഞാൻ പോവുക. തിരുമ്മിത്തരാനും ചൂടുപിടിക്കാനും ഒന്നും എന്നെ കിട്ടുകയില്ല. പിന്നെ വഴക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്ന് ആലോചിച്ചാൽ നന്ന്. വല്ലവൻ്റെയും പെങ്ങളെ നടുറോഡിൽ വെച്ച് കയറി പിടിച്ചതിനല്ലേ. എൻ്റെ ആങ്ങളമാരൊന്നും മോശമല്ലെന്നും പല പെൺകുട്ടികളെയും പിഴപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കാമപ്പയെ പിടിച്ച ഇതുപോലൊരു നാറിത്തരത്തിന് പട്ടാപകലും മുതിരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പച്ചൻ ആദ്യം ചെയ്യേണ്ടത് 3 ആൺമക്കൾക്കും ഓരോ പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ജീവിക്കാൻ എനിക്ക് പേടിയാകും. കാമത്തിന് കണ്ണില്ലെന്നതിൻ്റെ ഒന്നാന്തരം തെളിവല്ലേ ഇന്നത്തെ സംഭവം. ജെയിംസ് കോപാകുലനായി എഴുന്നേറ്റു. പ്രസംഗിക്കാതെ പോടി മുമ്പീന്ന് പോകാൻ അവൻ അലറി. ഞാൻ പോയേക്കാം. സോഫി നടന്നു. വാതിൽക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൾ പറഞ്ഞു. ജെയിംസ് അച്ചായൻ ചെയ്തതുപോലെ ആരെങ്കിലും എന്നോടാണ് ചെയ്തിരുന്നതെങ്കിൽ എൻ്റെ 3 ആങ്ങളമാരും അപ്പനും എന്ത് പ്രതികാരം ചെയ്യുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. അവൾ ഞെട്ടി തിരിഞ്ഞു നടന്നു. ചേച്ചേ, ഇതുപോലൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരുത്തൻ വീട് കയറി തല്ലി ജയിച്ചു പോവുക, അത് നാട്ടുകാരെല്ലാം കാണുക. ഇനി എന്തിനു ജീവിക്കുന്നു? തലയുയർത്തി നടക്കാനൊക്കുമോ? മനുഷ്യൻ്റെ മുഖത്ത് നോക്കാനൊക്കുമോ? എല്ലാ അവന്മാർക്കും പുച്ഛമായിരിക്കും. നമ്മളോടുള്ള വകവയ്പും കുറയും. റാഫേൽ മുതലാളി താടിക്ക് കയ്യും കൊടുത്തിരുന്നു. അപ്പച്ച, ഇവനെയാണ് തൊഴിക്കേണ്ടത്, ഈ പെങ്കോന്തനെ. ഇവൻ കാരണം ഈ നാണക്കേടെല്ലാം ഉണ്ടായത്. ജോണിക്കുട്ടി ജെയിംസിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. ഇവനവളെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം മാർഗം ഉണ്ടായിരുന്നു? പട്ടാപ്പകൽ കയറി പിടിക്കണമായിരുന്നോ? അതും നാട്ടുകാർ നോക്കി നിൽക്കേ. നാണം കെട്ടവൻ. എന്നിട്ടതിൻ്റെ ശിക്ഷ എല്ലാവർക്കും കൂടി. പെണ്ണ് കേസിൽ തല്ലുകൊള്ളുക എന്ന് വെച്ചാൽ വലിയ ഡീസൻ്റാണെന്ന ഇവൻ്റെ വിചാരം. ജെയിംസ് മിണ്ടാതെ തലകുനിച്ചിരുന്നു. ആ റോബിനോട് പകരം വീട്ടണമല്ലോ, അല്ലാതെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കുകയില്ല. അവനെ ശരിക്കൊന്നു പാഠം പഠിപ്പിക്കണം. എന്താണൊരു വഴി? ടോമിക്ക് അതാണ് ചിന്ത. ആ പോലീസ് ഇൻസ്പെക്ടറായിട്ട് പിണങ്ങിയത് മോശമായി പോയി. ഇല്ലെങ്കിൽ അവനെ കള്ളക്കേസിൽ കുടുക്കി ലോകകപ്പിലിട്ട് തല്ലി ചതയ്ക്കായിരുന്നു. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അത്. റാഫേൽ മുതലാളി സ്വയം പരിതപിച്ചു. കുറേ രൂപ കൊടുത്താൽ ഇൻസ്പെക്ടറുടെ പിണക്കമൊക്കെ മാറുകയല്ലേ? ഞാൻ നോക്കിയതാ, പക്ഷേ അയാൾക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യ. തെറ്റ് എൻ്റേതാ. ഞാൻ അയാളോട് വിശ്വാസവഞ്ചന കാണിച്ചു. ഇനി അയാൾ സ്ഥലം മാറിപ്പോയാലേ നമുക്ക് പോലീസിൻ്റെ സഹായം കിട്ടൂ. പോലീസും കീലീസും ഒന്നും വേണ്ട. അവൻ നമ്മളോട് ചെയ്തതിന് നമ്മൾ നേരിട്ട് തന്നെ പകരം വീട്ടണം. അവൻ്റെ വീട് കയറി തല്ലണം. വീടിന് തീ വയ്ക്കണം. അവൻ്റെ പുന്നാര പെങ്ങൾ അവൻ്റെ മുന്നിലിട്ട് തന്നെ ജെയിംസിനെ കൊണ്ട് കൈകാര്യം ചെയ്യണം.
പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. കൈ ഉപയോഗിച്ച് ഒരു പണിയും ചെയ്യരുത്. അതാ വേണ്ടത്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജോണിക്കുട്ടി പറഞ്ഞു. ടോമിയും ജെയിംസും അത് ശരിവെച്ചു. നമുക്ക് ആലോചിക്കാം, റാഫേൽ മുതലാളി പറഞ്ഞു. സോഫി അടുത്ത മുറിയിലിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. റോബിച്ചിനെ ഒന്ന് തനിച്ച് കാണണം അവൾ വിചാരിച്ചു. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ ആപത്തുണ്ടാകുമെന്ന് അറിയിക്കണം. റോബിച്ചൻ തന്നോട് മിണ്ടുമോ? ഇല്ലിപ്പാലത്തിൽ വെച്ച് വഴക്കുണ്ടായതും അവൻ കവളത്തടിച്ചത് ഓർമ്മ വന്നു. അറിയാതെ കവിളിൽ തലോടി. അവൻ്റെ കൈത്തലം ആഞ്ഞു പതിച്ച കവിൾത്തടം. ഇപ്പോൾ വേദനയല്ല, കുളിരാണ് അനുഭവപ്പെടുന്നത്. എന്നാലും വീട്ടിൽ കയറി വന്ന് അടിച്ചു നേടി കളഞ്ഞുവല്ലോ ധീരൻ. തൻ്റെ തടിമാടന്മാരായ 3 ആങ്ങളമാരെയും അഭ്യാസിയായ അപ്പച്ചനെയും അവൻ തറ പറ്റിച്ചു. പെങ്ങളെ അപമാനിച്ചതിൻ്റെ പ്രതികാരം. സ്നേഹമുള്ളവരങ്ങനെയാണ്. റോബിച്ചിനെ പോലെയുള്ള ഒരു പുരുഷൻ്റെ തണലിൽ ജീവിക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട. നല്ല സുരക്ഷിതത്വം, ഇഷ്ടം പോലെ സ്നേഹം. അതിൽ കൂടുതൽ എന്താണ് ഒരു പെണ്ണിന് വേണ്ടത്? അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങി വിരിമാറിൽ തലചായ്ച്ച് കിടക്കുമ്പോഴത്തെ സംതൃപ്തി മറ്റെവിടെ കിട്ടും? റോബിച്ചിന് പണത്തിൻ്റെ കുറവല്ലേ ഉള്ളൂ. അത് സാരമില്ല. പുരുഷന് ആണത്വം വേണം. അനീതികൾക്കെതിരെ പോരാടാനുള്ള ധൈര്യം വേണം. ആരുടെ മുമ്പിലും വഴങ്ങാത്ത നട്ടെല്ലും. അതാണ് അവൻ്റെ ഏറ്റവും വലിയ ധനം. റോബിച്ചിനെ കാണണം. അവൾ അതിനായി കാത്തിരുന്നു. ഒരു ദിവസം റോബി റാണി സിറ്റിയിൽ പോയിട്ട് മടങ്ങിയായിരുന്നു. സമയം സന്ധ്യയോടടുത്തിരുന്നു. വെട്ടുവഴിയുടെ ഇരുവശത്തും റാഫേൽ മുതലാളിയുടെ കുരുമുളക് തോട്ടമാണ്. വിജനമായ ഭാഗത്തെത്തിയപ്പോൾ കുരുമുളക് കൊടിയുടെ മറവിൽ നിന്നും സ്നേഹനിർഭരമായ ഒരു വെളിയൊച്ച കേട്ടു. റോബിച്ചാ. റോബി അതിശയിച്ച് തിരിഞ്ഞു നോക്കി. കുരുമുളക് കൊടിയുടെ മറവിൽ നിന്നും സോഫി വഴിയിലേക്ക് കയറി. സോഫിയാണെന്ന് കണ്ടപ്പോൾ റോബിക്ക് നീരസമാണ് ഉണ്ടായത്. ഇവളാണോ ഇത്ര മധുരമായി തന്നെ വിളിച്ചത്? ഇല്ലിപ്പാലത്തിൽ വെച്ച് തന്നോട് വഴക്കിന് വന്ന അഹങ്കാരി പെണ്ണ്. റാഫേൽ മുതലാളിയുടെ സർപ്പസന്തതികളിൽ ഏറ്റവും ഇളയ സന്താനം. റോബിച്ച. സ്നേഹവും വാത്സല്യവും കൂടുമ്പോൾ അമ്മ തന്നെ ഇങ്ങനെയാണ് വിളിക്കുക. റോബി ഓർത്തു. പക്ഷെ ഇന്നങ്ങനെ വിളിക്കാൻ അമ്മയില്ല. തൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു പോയല്ലോ. റോബിച്ചൻ എന്നോട് വഴക്കാണോ? സോഫി സൗമ്യമധുരമായി ചോദിച്ചു. പാവങ്ങളുടെ മീതെ കുതിര കയറുകയും പോക്കൃത്തരം കാണിക്കുകയും ചെയ്യുന്നവരോടെല്ലാം എനിക്കെപ്പോഴും വഴക്കാണ്. അവരുമായി എനിക്കൊരിക്കലും സന്ധിയില്ല. ഞാൻ ആരുടെ ദേഹത്താണ് കുതിര കയറിയത്? എൻ്റെ. അന്ന് ഇല്ലിപ്പാലത്തിൽ വെച്ച് പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരമല്ലേ കാണിച്ചത്? അതിനല്ലേ റോബിച്ചൻ എന്നെ തല്ലിയത്? എന്തൊരടിയായിരുന്നു. കവിള് പുകഞ്ഞുപോയി. ആദ്യം അരിശോ സങ്കടവും തോന്നിയെങ്കിലും പിന്നെ ഓർത്തപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഉശിരം വീക്ക് 2 എനിക്കത് കിട്ടണമായിരുന്നു. അന്നേരമായി എൻ്റെ കണ്ണു തുറന്നത്. എന്നെ തല്ലിയപ്പോൾ തീർന്നില്ലേ വിരോധമൊക്കെ? കവിളിൽ കൈവെള്ള യുരസിക്കൊണ്ട് അവൾ ചോദിച്ചു. അതങ്ങനെ തീരുകയില്ല. തെറ്റ് ചെയ്തവർ താൻ തെറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. സോഫി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ തൊട്ടടുത്ത് ചെന്ന് അവൻ്റെ കൈത്തലത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോബിച്ചൻ എന്നോട് ക്ഷമിക്കണം. ആ തെറ്റ് ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കുകയില്ല. എന്നോട് ക്ഷമിച്ചെന്ന് പറയണം. റോബി വല്ലാതെ പരിഭ്രമിച്ചു. അവളുടെ ഇളം ചൂടുള്ള വിരലുകൾ അവൻ്റെ കൈത്തലത്തെ പൊതിഞ്ഞിരിക്കുന്നു. അവന് ഹൃദയം വിറയ്ക്കുന്നത് പോലെ തോന്നി. ചൂടേറ്റ ഐസ് കട്ട പോലെ കരളലിഞ്ഞു പോകുന്നു. കൈ കുതിറിച്ചെടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവൻ അതിന് കഴിഞ്ഞില്ല. അവളുടെ വെളുത്തു തുടുത്തു മൃദുലമായ വിരലുകളിൽ നിന്നും തൻ്റെ ദേഹത്തേക്ക് ഒരിരുമ്പലോടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടെന്ന് തോന്നി. തലച്ചോറിൽ ലഹരിയുടെ കുമിളകൾ നുരഞ്ഞു. ക്ഷമിക്കാൻ ഞാൻ ആരാ? നിസാരൻ. അവൻ വിക്കി വിക്കി പറഞ്ഞു. റോബിച്ചൻ നിസാരനല്ല. എനിക്കറിയാം. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. റോബിച്ചൻ്റെ മുമ്പിൽ എനിക്കാണ് നിസാരത്വം. റോബി നാലുപാടും നോക്കി. ആരെങ്കിലും കാണുന്നുണ്ടോ? ശരി ശരി, ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. ഇനി എന്നെ ശത്രുമായി കാണരുത്. ഇന്നു മുതൽ ഞാൻ റോബിച്ചൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ്. എനിക്ക് ശത്രുവും വേണ്ട, മിത്രവും വേണ്ട. റോബി കൈ വിടുവിച്ച് നടക്കാനാഞ്ഞു. ഒന്ന് നിൽക്കൂ. ഒന്നുമില്ലെങ്കിലും റോബിച്ചൻ്റെ ജീവൻ രക്ഷിച്ചവളല്ലേ ഞാൻ. റോബി അറിയാതെ നിന്നുപോയി. ശരിയാണ്. റാഫേൽ മുതലാളി തൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി നിന്നപ്പോൾ ഇവളാണ് ഓടി വന്ന് തോക്ക് തട്ടി മാറ്റിയത്. എന്തു വേണം ഇനി? റോബി ഗൗരവത്തോടെ ചോദിച്ചു. അങ്ങനങ്ങ് പോയാലോ? എൻ്റെ അടുത്ത് ഇത്ര ഗമ കാണിക്കണോ? ഞാൻ ആരെയും ഗമ കാണിച്ചില്ല. ഓ, എന്തൊരു ഗൗരവം വഴക്കാളിക്ക്. ഞാൻ വഴക്കാളിയല്ല. ഞാൻ ദേഷ്യം പിടിപ്പിക്കാൻ വിളിച്ചതല്ലേ. എനിക്കറിയാലോ റോബിച്ചൻ പാവമാണെന്ന്. ഞാൻ അത്ര പാവമൊന്നുമല്ല. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, പറയട്ടെ. പെട്ടെന്ന് പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് പോകണം. അടുത്തു വന്നു പറയാൻ. രഹസ്യമാ. സോഫി അവൻ്റെ അടുത്ത് വന്നു.
എന്തുവാ ഇത്ര വലിയ രഹസ്യം? ഞാൻ റോബിച്ചനെ സ്നേഹിക്കുന്നു. റോബി മലച്ചുപോയി. അവന് മിണ്ടാൻ കഴിഞ്ഞില്ല. എൻ്റെ ജീവനോളം ഞാൻ സ്നേഹിക്കുന്നു. മന്ത്രമധുരമായ സ്വരത്തിൽ സോഫി മന്ത്രിച്ചു. ഈ ഭൂമിയോളം, പ്രപഞ്ചത്തോളം, അതിനേക്കാൾ ഉപരി ഞാൻ സ്നേഹിക്കുന്നു. റോബിച്ചൻ്റെ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാനും പങ്കുകൂടാം. ജീവിതാവസാനം വരെ നമുക്ക് ഒന്നിച്ചു നിന്ന് പൊരുതാം. ഇവൾ റാഫേൽ മുതലാളിയുടെ മകൾ. ഈ സ്വത്തുകാരി പെണ്ണ് എന്തു ഭ്രാന്താണ് പറയുന്നത്? ഏഴകളിൽ ഏഴയായ തന്നെ അവൾ സ്നേഹിക്കുന്നെന്നോ? ഇത് വട്ടുകേസ് തന്നെ, സംശയമില്ല. നോവൽ നാളെ വീണ്ടും തുടരും.